കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. മലരിന്നിതളിൽ തൂമഞ്ഞു പോലെ കരതാരിണീശോ തിരുവോസ്തിയിൽ. തൂമഞ്ഞു പോലെ കരതാരിണീശോ തിരുവോസ്തിയിൽ. ഹൃദയം പുണരാ കൊതിയോടെ നിൽപ്പൂ, സദയം വരൂ നീ ആത്മനാഥ, സദയം വരൂ നീ ആത്മനാഥ. നീ വരൂ ദിവ്യകാരുണ്യജീ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് രാപ്പകൽ സക്രാരിക്കൂടിനുള്ളിൽ കാവലിരിക്കുന്ന കാരുണ്യമേ, രാപ്പകൽ സക്രാരിക്കൂടിനുള്ളിൽ കാവലിരിക്കുന്ന കാരുണ്യമേ. ആർത്തരിൽ സ്നേഹത്തലോടലാണു നീ, ആർത്തരിൽ സ്നേഹത്തലോടലാണു നീ, ആർദ്രമാം സ്നേഹത്തൂവൽ നീ. Praise the Lord. Praise the
സന്തോഷത്തോടെ ഇരിക്കുക. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിച്ച ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനം നമ്മൾ ഫാൻ ആൻഡ് ഫ്ലെയിംസ് ഊതിക്കത്തിക്കുകയാണ് ചെയ്യണത്. എന്തിലൂടെയാണ്? ഉപവിപ്രവർത്തനങ്ങളിലൂടെ. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതൊരിക്കലും ഒരു കേവല പ്രാർത്ഥന കൊണ്ട് അത് വർക്ക് ചെയ്യത്തില്ല. അത് ചില വിശ്വാസ വീരന്മാരൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ, കാര്യം ഇത് 80% പ്രേക്ഷിത പ്രവർത്തനമാണ്. കർത്താവ് പറഞ്ഞതുപോലെ നടപ്പിൽ വരുത്തുന്ന പ്രാർത്ഥനയാണത്. അതിപ്പം ഞങ്ങൾ ഒരു നോട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങളത് നിങ്ങളുടെ രീതിയിൽ കർത്താവിൻ്റെ മനസ്സ് റീഡ് ചെയ്തുകൊണ്ട് അതൊന്ന് പൊലിപ്പിക്കണത് നല്ലതാണ്. കർത്താവിൻ്റെ മനസ്സെന്താ പറയണത്? നിങ്ങളോട് 1 മൈൽ പോകാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കൂടെ നിങ്ങൾ 2 മൈൽ പോകണം. ശണ്ടകൂടി മേലങ്കി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് നിങ്ങൾ മേലങ്കി കൂടി വിട്ടുകൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വിഷയങ്ങൾ അത് കൂടുതൽ കർത്താവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അച്ഛൻ മനസ്സിലായില്ലേ? അതായത് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കുറേ വസ്ത്രം കൊടുക്കുക, രോഗികളെ പോയി കാണുക, അവരെ സഹായിക്കുക, അവരെ കുളിപ്പിക്കുക, പ്രായമുള്ളവരെ കുളിപ്പിക്കുക. ഇപ്പോൾ മണമൊക്കെ വിളിച്ചിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ ഞങ്ങൾ കുർബാനയൊക്കെ കൊടുക്കാൻ വേണ്ടി വീടുകളിലൊക്കെ വരുമ്പോഴേ അവിടെ അപ്പോൾ ഒരു ആണ്ടായിട്ട് കുളിക്കാത്തവരെ കണ്ടിട്ടുണ്ട്. ഒരു ആണ്ടായിട്ട് വീടൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും, സൂപ്പറായിരിക്കും. അപ്പനും അമ്മയൊക്കെ ഏതെങ്കിലും ഇറയത്ത് എവിടെയെങ്കിലും കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സൂക്ഷിച്ചിരിക്കുക. അവിടെ ചുമയും പിന്നെ അവിടെ ഏമ്പക്കൊക്കെ വീട്ടുമുറ്റത്ത് വരാതിരിക്കാൻ വേണ്ടി അവരെവിടെയെങ്കിലും കൊണ്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. അവർ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ അവരവിടെ മണം വെക്കും. അപ്പം അങ്ങനെ എന്നാലും മരിക്കാൻ നേരത്ത് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകില്ല കുർബാന കൊടുക്കാനും കുമ്പസാരിപ്പിക്കാനൊക്കെ. അപ്പോഴൊക്കെ വാ പൊളിപ്പിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുടുംബത്തിൽ ഉണ്ടാകും, തറവാട്ടിലുണ്ടാകും. ഒന്നാമത് ഇപ്പോൾ ആളൊക്കെ കുറവല്ലേ, പണ്ടത്തെ പോലെ ആളൊന്നുമില്ലല്ലോ. ഉള്ള കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ പോവും, ചിലപ്പോൾ ഒരാളായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴേ ഇത് നമ്മളുടെയൊക്കെ ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് മാനസികമായ ഒരു ഒരുക്കം വേണം. ഉടമ്പടി എപ്പോഴും മാനസിക ഒരുക്കത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം നിങ്ങളോട് ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അഭിഷേകം കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഉടമ്പടി അങ്ങനെ ഒരു വിഷയം ലക്ഷ്യം വെക്കുന്നുണ്ട്. കാര്യം നിങ്ങൾക്കിന്ന് ചെയ്യത്തില്ല, അറപ്പാണ്, നിങ്ങൾക്കിന്ന് ആരോഗ്യമില്ല, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ദൈവതിരുസന്നിധി സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിത് ചെയ്യാനുള്ള പ്രത്യേക കരുത്ത്, പ്രത്യേക ധൈര്യം, പ്രത്യേക അഭിഷേകം, പ്രത്യേക അഭിവാഞ്ചയൊക്കെ തരും ദൈവങ്ങൾക്ക്. ഈ മനസ്സ് മാറ്റമെന്ന് പറയണത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, മനസ്സാണ് പ്രോബ്ലം. അവിടെ മനസ്സാണ്. ചിലപ്പോൾ ഈ കിടക്കുന്ന രോഗി നിങ്ങളെ പണ്ട് പാര വെച്ച പാർട്ടിയായിരിക്കും. അവിടെ മക്കളുമായിട്ട് ഒത്തുകൊണ്ട് നിങ്ങളുടെ ശരിക്കും നല്ല പണി ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുക ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാത്തൂനോടായാലും അമ്മായിയപ്പനോടായാലും മരുമകളോടായാലും ആരോടായാലും നിങ്ങൾക്ക് ഈ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആൾക്കാരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ചില സമയത്ത് ഇത്തിരി പാടായിരിക്കും. പക്ഷെ നമ്മൾ ഒരു 2 കിലോമീറ്റർ പോയി ഒരു ആശുപത്രി പോയി രോഗിയെ കാണുന്നതിനേക്കാളും ആ സമയത്ത് ഈ ആളെ കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത് എനിക്ക് പറ്റത്തില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഉള്ളൊരു കുഴപ്പമാണ്. ഈ രോഗികളെ കുർബാന കൊടുക്കാൻ മുമ്പ് അവർ കുർബാന വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. കാര്യം എനിക്ക് ചെറിയ മണം അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചുരുക്കമുണ്ടാകുന്ന ആളാണ്. പക്ഷേ എൻ്റെ ജോലി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഈശോ അത് വേറെ വിഷയം, എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ ചെയ്യും. അത് തീരുമാനമാണത്.
ആ തീരുമാനം. അത് കാര്യം ഇവർ വർഷങ്ങളായി കഫം ഇങ്ങനെ തിളക്കുമല്ല, തൊണ്ടേ കിടന്ന് കഫം ഇങ്ങനെ തിളക്കുകയെ. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരു രോഗിനെ കണ്ടാൽ മതി, ഞങ്ങളെ സംബന്ധിച്ചുള്ള ജീവിതകാലം മുഴുവൻ കാണണ്ടേ. അപ്പോൾ എത്രയോ രോഗികളെ കാണും. അപ്പോഴേ കഫം തിളച്ച ഈ പഴയ കഫമല്ലേ, പഴയ കഫം 10-16 ദിവസമൊക്കെ പഴക്കമുള്ള കഫം തൊണ്ടേന്ന് വെച്ചാൽ ബാക്ടീരിയയും അണുക്കളുമായിട്ടൊക്കെ ഇരിക്കണം. ഈ ആൾക്കാരത്ത് നമ്മൾ കുർബാന കൊടുക്കാൻ പോണത്. അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ മുറി കയറുമ്പോൾ തന്നെ നമുക്ക് തല ചിടിക്കാൻ തോന്നും. പക്ഷേ ഈശോ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ചെല്ലും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെയൊക്കെ ഇതിനൊക്കെ ഒരു അഭിഷേകമുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈശോ നമ്മുടെ ഹാർട്ട് ചേഞ്ച് ചെയ്യും. ബൈബിളെല്ലാം എല്ലാം ചേഞ്ച് ചെയ്യണതാണ്. ഈ ഉടമ്പടിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാം ചേഞ്ച് ചെയ്യും, എല്ലാ വിഷയവും ചേഞ്ച് ചെയ്യും. അതായത് സ്ഥലം മാറും, അതുപോലെ തന്നെ സിറ്റുവേഷൻസ് മാറ്റിത്തരും, പിന്നെ സമയം മാറ്റിത്തരും, പിന്നെ വേണമെങ്കിൽ ഹൃദയവും മാറ്റിത്തരും. ഈ ഉടമ്പടിയുടെ ഒരു രീതി അതാണ്. ദൈവമായിട്ട് നിങ്ങൾ ഇടപെട്ടാൽ ഇപ്പോൾ എന്താ പറയണത്, ഇപ്പം എസെക്കിയേലില്ലേ, എസെക്കിയേൽ ലേഖനം 36:26 വായിച്ചേ. പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. ഒന്ന് വായിച്ചേ, ഒന്ന് പറഞ്ഞേ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ഈ ശിലാഹൃദയം എസെക്കിയേൽ പറയുന്ന ശിലാഹൃദയമില്ലേ, ഇറ്റ് ഈസ് നോട്ട് എ റോക്കി ഹാർട്ട്. എനിക്ക് പരമായി തോന്നിയിട്ടുള്ള ഇറ്റ് ഈസ് കണ്ടീഷൻഡ് ഹാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കല്ല് വെച്ച ഹൃദയം എന്ന് പറയുകയല്ലേ, കല്ല് വെച്ച ഹൃദയത്തെക്കാൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഹൃദയം. ചില ആൾക്കാരുടെ ഹൃദയം ചില വിഷയങ്ങളോട് കണ്ടീഷൻഡ് ആയിട്ടുള്ള, അവർ അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യത്തില്ല, അവർ മുൻവിധിയോടുകൂടി അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ അവസ്ഥാന്തരപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥയുണ്ടാവും. ഇതൊരു കണ്ടീഷൻഡ് ഹാർട്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു റോക്കി ഹാർട്ട്. അതായത് അവസ്ഥാന്തരപ്പെട്ടു പോയ, അതായത് ചില ആൾക്കാർക്ക് എന്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആധ്യാത്മിക വിജയത്തിൻ്റെ, ആധ്യാത്മിക പരാജയത്തിൻ്റെ, ദൈവാഭിമുഖ്യ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ അത് കണ്ടീഷൻഡ് ഹാർട്ടാണ്. കണ്ടീഷൻഡ് ഹാർട്ട് എന്ന് വെച്ചാൽ അവസ്ഥപ്പെട്ടു പോയ, ഇപ്പം കോൺക്രീറ്റ് എന്നൊക്കെ പറയല്ലേ, കോൺക്രീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഉറച്ചുപോയ ഹൃദയം. ഇപ്പം ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുൻവിധിയോട് കൂടി ഉറച്ചുപോയ ഹൃദയം ഉണ്ടാകും. അത് ശരിയാകല്ലേ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, അത് എനിക്ക് ശരിയാകത്തില്ല. ഈ കണ്ടീഷൻ്റെ സ്വഭാവം എല്ലാത്തിലും ഉണ്ട്. ഭക്ഷണത്തിലുണ്ട്, രുചിഭേദങ്ങളിലുണ്ട്, വസ്ത്രങ്ങളിലുണ്ട്. അതിട്ടാൽ എനിക്ക് ശരിയാകത്തില്ല, അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിട്ടാൽ ശരിയാകത്തില്ല, എൻ്റെ കോൺഫിഡൻസ് പോകും. ആ ചെരുപ്പിട്ടാൽ എൻ്റെ കോൺഫിഡൻസ് പോകുമെന്ന് പറയത്തില്ലേ. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊട്ട് കുത്തണ സ്വഭാവമുള്ള ആൾക്കാരുണ്ടത്. അവർക്ക് പൊട്ടില്ലാതെ വന്നാൽ അവർക്ക് തുണി ഉടുക്കാത്ത പോലെ തോന്നും അവർക്ക്. അല്ലാതെ അതാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിലായില്ലേ? ഒരു ചെറിയ പൊട്ട് കുത്തണ സ്വഭാവം ഉണ്ട് പണ്ട് പോലെ. അന്ന് ആ സമയത്ത് തിരക്കത്തിൽ ആ സംഭവം ഡെപ്പി കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം വരെ ആ യാത്ര തീർന്ന് തിരിച്ചു വരുമ്പോഴും എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ. അതാണ് കണ്ടീഷൻ ഹാർട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ഈ മേഖലകൾ ഉടമ്പടിയുടെ പരിഗണന വരുന്ന ഒരു സബ്ജക്റ്റാണിത്. അതായത് നമ്മളുടെ പരാജയങ്ങളുടെ എല്ലാം ഒരു പരിധിവരെ കാരണം ഈ കണ്ടീഷൻ ഹാർട്ടാണ്. അവസ്ഥാന്തരപ്പെട്ടു പോയ മാനസിക അവസ്ഥകൾ, എനിക്കത് പറ്റത്തില്ല എന്ന് തോന്നുന്നത്. നല്ലപ്പോൾ എഴുതിന് കിട്ടിയില്ല, ഇപ്പോൾ ടച്ച് വിട്ട് പോയില്ല, എൻ്റെ ടച്ച് വിട്ട് പോയില്ല. ഇപ്പോൾ എൻ്റെ ടച്ച് വിട്ട് പോയി, ഇംഗ്ലീഷിന് ടച്ച് വിട്ട് പോയി, എൻ്റെ സ്പീക്കിങ്ങിന് ടച്ച് വിട്ട് പോയി, റൈറ്റിങ്ങിന് ടച്ച് വിട്ട് പോയി, വായിക്കാനോ ടച്ച് വിട്ട് പോയി. അപ്പോൾ ഈ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാണ് കുഴപ്പം മുഴുവനും. ഈ മേഖലയാണ് ശിലാഹൃദയം എന്ന് പറയണത്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതാണ്ടിരിക്കണതും അവസാനിപ്പിക്കണതും. ഇനിയിപ്പോൾ കെട്ടിയാൽ ശരിയാകത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ കെട്ടിയാൽ ശരിയാകത്തില്ല, ഇപ്പോൾ 37 വയസ്സായില്ലേ, എന്നാത്തിന് കെട്ടാനാണ് എന്നൊക്കെ ചോദിച്ചിട്ട്
കണ്ടീഷനായി പോകണം. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഏത് അവസ്ഥയിലും ഉടമ്പടിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റും. നിൻ്റെ മനസ്സ്, അതാണ് പറയണത്, നിൻ്റെ ഹൃദയത്തിൽ നിന്ന്. 36:26 വായിച്ച്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ഇപ്പൊ ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛൻ ഞാൻ 12 കച്ചവടം ചെയ്ത് 12 കുത്തുപാള എടുത്ത് ഇനി ഞാൻ കച്ചവടമൊന്നും പറഞ്ഞ് വരത്തില്ലെന്ന് പറയും. അതാണ് ടച്ച് വിട്ട് ഹൃദയം ശിലാഹൃദയമായിപ്പോയി. പരാജയപ്പെട്ട് ശിലാഹൃദയമായതാണ്. ഇനി പറ്റത്തില്ലെന്ന് പറയണില്ലേ? ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. ചില ആൾക്കാർ ഗവൺമെൻറ് ടെസ്റ്റൊക്കെ അവസാനിപ്പിച്ചല്ല, കുറേ എഴുതി തോറ്റ്, ഇനി എന്തും കിട്ടാനാണ്. ഇത് എൻ്റെ മക്കളൊരു കാര്യം പറയണത്, അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ പരാജയങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ആത്മവിശ്വാസം പോയി നമ്മളിങ്ങനെ ടച്ച് വിട്ട് പോയിട്ട് നമ്മൾ ഇൻട്രോവേർട്ടായി പോകും. അവസാനം ഈ വിഷയമാണ് നിന്നെ ദൈവം വന്ന് വിളിക്കണത് ഉടമ്പടിയിലൂടെ. കാര്യം ഇതാണ്, ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യണതല്ല. നീ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാൽ നീ മുഴുവൻ നിൻ്റെ പരാതികളും ആത്മവിശ്വാസം കുറഞ്ഞു പോയി, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയണത്. എന്താണ് നീ പറയണത്? എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നല്ലേ പറയണത്, അല്ലേ? ദാറ്റ് മീൻസ് മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. എൻ്റെ മെറിറ്റ് ഇത് വർക്ക് ചെയ്യത്തില്ലെന്ന് എൻ്റെ അർത്ഥം. പക്ഷെ ഉടമ്പടി എന്താ പറയണത്? നിൻ്റെ ഗ്രേസിൽ ഇത് വർക്ക് ചെയ്യുമെന്ന്. ആടാ, ദൈവത്തിൻ്റെ ഗ്രേസിൽ കൈയിട്ടിച്ച് കർത്താൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളുടെ കഴിവിനപ്പുറത്ത് കർത്താവിന്റെ കൃപ പ്രവർത്തിച്ച് ഞങ്ങളെയും സാക്ഷികളായി എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. Praise the Lord. ഒരു നിമിഷം അവനുമായി ഏതെങ്കിലും രോഗങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ മുതുക് ഭാഗം അച്ഛനിങ്ങനെ കൈ കാണിക്കണില്ലേ? മുതുക് ഭാഗത്ത് ചിലപ്പോൾ കശേരികൾക്കും എല്ലാം കുഴപ്പമുള്ളവരുണ്ടാകാം. ചിലപ്പോൾ അവർ സ്ഥിരം നീതി കെട്ടി കിടന്നിട്ട് കല്ലിച്ച് പോയവരുണ്ടാകാം. ചിലപ്പോൾ അത് വെച്ച് എപ്പോഴും ആ ഭാഗം പൊള്ളുന്നവരുണ്ടാകാം. അവരെയൊക്കെ അവിടെ എല്ലാം കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കല്ലച്ചുപോയ ശരീരപ്പാടുകള്, ശരീരത്തിന്റെ വ്യത്യസ്തമായ ഇടങ്ങളെ, കല്ലച്ചുപോയ സ്ഥലങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാർദ്ദവമുള്ളതാകട്ടെ. ശ്രുതിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. സ്രാവരോഗികളെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സ്രാവരോഗികളെന്ന് വെച്ചാൽ ചെവിയിൽ നിന്നൊക്കെ പഴുപ്പ് വരുന്നവർ, മൂക്കിൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും വെള്ളമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവർ, ദുർഗന്ധമുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവർ, അഡിനോയിഡുകാർ ഒക്കെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ചിലപ്പോൾ ഊട് പൊട്ടി വെള്ളം വരുന്നവരുണ്ടാകാം, ചിലപ്പോൾ മൂത്രം അറിയാതെ പോകുന്നവരുണ്ടാകാം, അതിൻ്റെ
പിടുത്തങ്ങൾ പോയ ആൾക്കാരുണ്ട്. അവരുടെ അടിവേറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ വേദന അനുഭവിക്കുന്നത്, അവർക്ക് സമാധാനം സന്തോഷമില്ല ഈശോയെ. അങ്ങനെ വ്യത്യസ്തമായ ശാരീരിക വൈകല്യങ്ങളാൽ വേദനിക്കുന്നവർ, വല്ലാതെ ബ്ലീഡിംഗ് ഉള്ളവരെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. വെരിക്കോസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബ്ലീഡിംഗ് വന്നിട്ട് നിൽക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോ സിക്രീസിനും കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്നവർ, കണ്ണിൽ എപ്പോഴും കരുവരിപ്പ് തോന്നണവർ, മുക്കിൽ ദിശ വളരുന്നവർ, തൊണ്ടയിലുണ്ടാകുന്ന അസുഖങ്ങൾ എല്ലാം കർത്താവിനെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് കൈകാലുകൾ കോഞ്ഞു പിടിക്കുന്നവർ, കൊച്ചു വരിക്കുന്നവർ, വ്യത്യസ്തമായ കാരണങ്ങളാൽ പേശികൾക്ക് ചലനശേഷി നഷ്ടപ്പെടുന്നവർ, പേശി ഉറക്കാത്തവർ, തല ഉറക്കാത്ത കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, എപ്പിലെപ്സി രോഗമുള്ള കുഞ്ഞുങ്ങൾ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നവർ, ഡോക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ദുഃഖം തോന്നുന്നവർ, അടിവയറ്റ് കൈവച്ചുകൊണ്ട് കുഞ്ഞിനെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങൾ സുഖമായി പ്രസവിക്കും, നല്ല കുഞ്ഞിനെ പ്രസവിക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം പറഞ്ഞതും അവർ 7-8 മാസം വരെ ഛർദ്ദിച്ചെന്നാണ് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഓക്സിജൻ വരെ കിട്ടാൻ സാധ്യതയില്ല, ഭക്ഷണം കിട്ടത്തില്ല, കൊച്ച് ചാവുള്ള പോയായിട്ട് പോകുന്നു. പക്ഷേ ദൈവം ആ കുഞ്ഞിനെ 3 കിലോ തൂക്കത്തിലാണ് അത് പ്രസവിച്ചത്. ആ സാക്ഷ്യമൊക്കെ ഗംഭീരമായ സാക്ഷ്യമാണ്. ആ ഗർഭിണിയായ സമയം മുതൽ 8 മാസം തുടർച്ചയായിട്ട് ഛർദ്ദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് ആഹാരം കിട്ടാനാണ്? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അതിന് 10-850 ഗ്രാം ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഇത് 3 കിലോനുണ്ടായി. അമ്മ കൈവച്ച രോഗം കൈവെക്കണ പോലല്ല. ലോകത്തിൻ്റെയും കൈവെപ്പുകൾ ഒറ്റ കൈവെപ്പ്, അമ്മയുടെ ഒറ്റ കൈവെപ്പ് കൊണ്ട് മാറ്റും. അതാണ് ഉടമ്പടി. കർത്താവേ, ഇവരുടെ എല്ലാവരുടെ മേലിൽ അമ്മയുടെ കൈ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം ഉടമ്പടിയായി ഓൺലൈൻ കൂടുന്ന ലോകാലോകങ്ങളിലുള്ള എല്ലാ മക്കളും അവരുടെ വീടിനെ കർത്താവേ സംഹാര ദൂതനും കടന്നു പോയപ്പോൾ ആ വീടിനെ സ്പർശിക്കാതിരുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ കൈമുദ്ര പോലെ അമ്മയുടെ കൈമുദ്രകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്നഗോറിൻ്റെയും അതുപോലെ തന്നെ ബെൽത്താസറിൻ്റെയും ഒക്കെ തീക്കുണ്ടത്തിൽ ദൈവദൂതനെപ്പോലെ നിന്നതുപോലെ ഈ മക്കളുടെ ജീവിതത്തിൻ്റെ ദുരന്ത മുഖങ്ങളിൽ അമ്മ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിഴിഞ്ഞത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയാധാരമാകുന്ന സ്ഥലങ്ങൾ, ഉരുളുപൊട്ടിയ സ്ഥലങ്ങൾ, പ്രളയം കയറിയ സ്ഥലങ്ങൾ, 6 കരകവിഞ്ഞ സ്ഥലങ്ങൾ, മഴപ്പെയ്ത്തിന് കർത്താവെ മേഘവിസ്ഫോടനത്തിൽ കർത്താവ് മുങ്ങിപ്പോയ വീടുകൾ, എല്ലാ പ്രകൃതി ദുരങ്ങളിലും കർത്താവ് ബലിയാടെ ജീവിക്കുന്നവർ, അവിടെ മേലെല്ലാം കർത്താവിന് കൃപ ചൊരിയട്ടെ. അവിടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി കർത്താവിന് കൃപ ചൊരിയട്ടെ. ഹൈ റേഞ്ചിൽ താമസിക്കുന്നവർ, അതുപോലെ തന്നെ എല്ലാ അടിവാരങ്ങളിൽ താമസിക്കുന്നവർ, കടലോരങ്ങളിൽ താമസിക്കുന്നവർ, എവിടെയെല്ലാം ജനങ്ങൾ വേദനിക്കുന്നുവോ അവിടെയെല്ലാം അവർക്ക് ജീവിതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. നമ്മൾ സമാപന ആശീർവാദത്തിലേക്ക് പോവുകയാണ്.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ ആവേ